നമുക്ക് കോടാനുകോടി അനുഗ്രഹങ്ങൾ തന്ന റബ്ബിന് ഞാൻ എത്ര ശുക്ർ ചെയ്താലും മതിയാവില്ല. അള്ളാഹു പല അനുഗ്രഹങ്ങളും ഇന്ന് രാവിലെയും ഇന്ന് വൈകിട്ടും ഒക്കെ എനിക്ക് തന്നു. കോടിക്കണക്കിന് അനുഗ്രഹങ്ങൾ തന്നുകൊണ്ടേയിരിക്കുന്നു. ഓൾറെഡി കോടിക്കണക്കിന് അനുഗ്രഹങ്ങൾ ഞാൻ അനുഭവിച്ചു കഴിഞ്ഞു. അതൊക്കെ തന്ന അള്ളാഹു, എത്ര തെറ്റ് ചെയ്താലും പുറത്തു തരുന്ന അള്ളാഹു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം, രാവിലെ തെറ്റ് ചെയ്തവർക്ക് വേണ്ടി രാത്രി അള്ളാഹു കൈനീട്ടി വിളിക്കും. രാത്രി തെറ്റ് ചെയ്ത ആളുകളെ രാവിലെ അള്ളാഹു കൈനീട്ടി വിളിക്കും പുറത്തു തരാൻ. ഇത് സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കുന്ന കാലത്തോളം ഈ ഒരു പ്രക്രിയ ഉണ്ടാവുന്നതാണ്. അള്ളാഹു രാത്രി തിന്മ ചെയ്ത ആളുകളെ രാവിലെ അവൻ കൈനീട്ടി കാത്തിരിക്കും. രാവിലെ പകൽ തെറ്റ് ചെയ്ത ആളുകളെ അവൻ രാത്രി കൈനീട്ടി കാത്തിരിക്കും പുറത്തു തരാൻ. അള്ളാഹു ഗഫൂറുർ റഹീമാണ്. ആ റബ്ബ് എത്ര തെറ്റ് ചെയ്താലും നമ്മൾ അവനിലേക്ക് മടങ്ങിയാൽ തിരിച്ചു വിളിക്കുന്ന റബ്ബിനെ, ആ റബ്ബ് നമ്മളിൽ നിന്ന് പിരിയുമോ എന്നുള്ള പേടി നമുക്കുണ്ടാവണം. അള്ളാഹു നമ്മളെ കൈവിട്ട് കഴിഞ്ഞാൽ, അള്ളാഹു എന്നെ കംപ്ലീറ്റായി വിട്ടു കഴിഞ്ഞാൽ എൻ്റെ അവസ്ഥ എന്താണ്? അല്ലേ, ചില മക്കളൊക്കെ വാപ്പയമ്മ വഴക്ക് പറഞ്ഞാൽ ഒരടി കിട്ടിയെങ്കിൽ ആഗ്രഹിക്കും. അടിക്കാതെങ്ങാനും വാപ്പ പോയാൽ അതായിരിക്കും ഏറ്റവും വലിയ സങ്കടം. കാരണം അള്ളാഹു അവനെ, അല്ലെങ്കിൽ ആ വാപ്പ അവനെ ഒഴിവാക്കി എന്നുള്ള കാരണത്താൽ അവൻ അടിച്ചിട്ട് കാര്യമില്ല, അതുകൊണ്ട് അവനെ ഒഴിവാക്കി എന്ന കാരണം കൊണ്ട് അവൻ അടിക്ക പോലും ഇല്ല. നേരിച്ച് ഒരു അടി കിട്ടിക്കഴിഞ്ഞാൽ സമാധാനമായി എന്നതുപോലെ അള്ളാഹു എങ്ങാനും നമ്മളെ കൈവിട്ട് കഴിഞ്ഞാൽ നമുക്ക് എങ്ങോട്ടും പോകാനില്ല, ആരും നമുക്ക് പുറത്തു വരാനുമില്ല, ശിക്ഷിക്കാനുമില്ല, അടിക്കാനുമില്ല എന്നുള്ളൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ അതാണ് ഒരു വിശ്വാസി ഏറ്റവും വലിയ പേടി വേണ്ടത്. അപ്പോൾ ആ ഒരു ഭയം നമുക്ക് എന്നുണ്ടാവണം. അള്ളാഹു എന്നെ കൈവിടുമോ എന്നുള്ളൊരു ഭയം നമുക്കുണ്ടാവണം. ആ ഒരു ഭയമാണ് ഏതൊരു മനുഷ്യനെയും, അത്തരം ഭയം ഏതൊരു മനുഷ്യൻ്റെയും ഉള്ളിൽ തഖ്വ ഉണ്ടാക്കിയെടുക്കും. ഒരു വിശ്വാസിക്ക് തഖ്വയോടെ അള്ളാഹുലേക്ക് അടുക്കാൻ സാധിക്കും.